യഥാർത്ഥ പശ്ചാത്താപം വരേണ്ടത് പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചല്ലോ എന്ന വേദനയിൽ നിന്നുമാണ്. എന്നാൽ നിത്യനാശത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്നാകരുത്. പശ്ചാത്താപം യഥാർത്ഥവും സത്യസന്ധവും സ്നേഹപൂർണവും ആത്മീയവുമായിരിക്കണം. പാപം ചെയ്തുകൊണ്ട് തനിക്ക് നിത്യനാശവും ശിക്ഷയും വരുത്തിയല്ലോ എന്ന ചിന്തയേക്കാൾ അനന്ത നന്മകളും കൃപകളും നൽകി നമ്മെ അനുഗ്രഹിച്ച് നമ്മെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവവും അനന്ത സ്നേഹപിതാവുമായ അവിടുത്തെ ഗൗരവമായി വേദനിപ്പിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തല്ലോ എന്ന വേദനയേറിയ ചിന്തയിൽ നിന്നാണ് യഥാർത്ഥമായ അനുതാപം ഉണ്ടാകുക. ഫലപ്രദമായ അനുതാപം ഉണ്ടാകുന്നത് പാപി തനിക്കുണ്ടായേക്കാവുന്ന ഏതെങ്കിലും ശിക്ഷയെയോ നാശത്തെയോ പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ തൻ്റെ സൃഷ്ടാവും രക്ഷകനുമായ കർത്താവിനെ തൻ്റെ ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് പോലും വേദനിപ്പിച്ചതിനെക്കുറിച്ച് അനുതപിച്ച് പശ്ചാത്തപിക്കുമ്പോഴാണ്. ഇതിൽ നിന്നുമാണ് തൻ്റെ കർത്താവിലുള്ള യഥാർത്ഥ ആത്മവിശ്വാസം ജനിക്കുന്നത്. അവിടുന്നിലുള്ള ദൃഢമായ പ്രത്യാശയിൽ അവിടുത്തെ മഹാനന്മയെ പ്രതി സ്വയം എല്ലാ പാപത്തിൽ നിന്നും പിന്മാറുന്നു. ഇത്തരം അനുതാപം ദൈവത്തിന് പ്രീതികരമാണ്. ഇത് ഫലപ്രദവും ആത്മീയവും ആനന്ദവും ആശ്വാസം നൽകുന്നതുമാണ്. കാരണം ഇത് ഭയത്തിൻ്റെ അടിമത്തത്തിൽ നിന്നല്ല, പുത്രതുല്യമായ സ്നേഹത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. ആമേൻ.